BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്വർണം പൂശിയ ശേഷം കവാടം എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയില്ല. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികൾ. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികളെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വൈസ് പ്രസിഡന്റ് മുരളി. ചെമ്പ് പാളികളിൽ മാത്രമേ സ്വർണം പൂശുകയുള്ളൂ. ഒരിക്കൽ ഇവിടെ സ്വർണം പൂശിയാൽ ആ പാളികളിൽ വീണ്ടും സ്വർണം പൂശുവാനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും സമീപിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് മുരളി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങളുടെ കസ്റ്റമറാണ്. വർഷങ്ങളായി പോറ്റിയെ അറിയാം. ശബരിമലയുടെ ബന്ധപ്പെട്ട വർക്കുകൾ മുൻപും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വർണം പൂശിയ ശേഷം കവാടം എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് തങ്ങൾക്കറിയില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി പറഞ്ഞു. വാതിലിന്റെ പൂജ നടന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ചായിരുന്നു. അതിൽ ജയറാം അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കോടതി നടപടികൾ അനുസരിച്ച് മാത്രമാണ് നീങ്ങിയിട്ടുള്ളതെന്നും 2025 എത്തിച്ചത് 2019 ഇവിടെ നിന്ന് സ്വർണം പൂശിക്കൊണ്ടുപോയ പാളി തന്നെയാണെന്നും സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ വ്യക്തമാക്കി. 2018 വാതിൽപ്പടിയുടെ സ്വർണത്തിന് തിളക്കം കുറഞ്ഞുവെന്ന പേരിലാണ് അറ്റകുറ്റപ്പണിക്കായി തീരുമാനിക്കുന്നത്. ഈ സമയത്താണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുന്നതെന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും. എന്നാൽ ആന്ധ്രയിലെ ധനികനായ അയ്യപ്പ ഭക്തനിൽ നിന്നും പണം വാങ്ങി വാതിൽപ്പടി നിർമ്മിച്ച് ചെന്നൈയിൽ വച്ച് സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പ്രദർശന വസ്തുവാക്കി പൂജ നടത്തി പണം കൈപ്പറ്റിയിരുന്നതായാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്ന് ദേവസ്വം വിജിലൻസിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബംഗളൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരുന്നു. 2021 മുതൽ 23 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം. തനിക്കെതിരായ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരും. റിനി ആൻഡ് ജോർജ്. CPIM പറവൂർ ഏരിയ കമ്മിറ്റി നടത്തിയ പെൺ പ്രതിരോധ സംഗമത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി റിനി ആൻഡ് ജോർജ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായല്ല പരിപാടിയിൽ പങ്കെടുത്തതെന്നും ക്ഷണിച്ചതുകൊണ്ട് ചെന്നതാണെന്നും റിനി പറഞ്ഞു. സ്ത്രീപക്ഷ നിലപാടാണ് തന്റേത്. സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അവിടെ പോയി. അതിൽ രാഷ്ട്രീയമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, റിനി വ്യക്തമാക്കി. ഷൈനിന് ഐക്യദാർഢ്യം ആയിരുന്നില്ലെന്നും ഇനിയും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമെന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കി. ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 72,000 രൂപ പിഴയും ഒടുക്കണം. 50,000 രൂപ ഇരയ്ക്ക് നൽകും. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചത്. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു. പിന്നാലെ രാത്രിയിൽ അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടെത്തി. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ഹസൻകുട്ടി ആദ്യം ആലുവയിലും പിന്നാലെ പളനിയിലും പോയി രൂപമാറ്റം വരുത്തി. പിന്നീട് കൊല്ലത്തു നിന്നുമാണ് പ്രതി പിടിയിലായത്. കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലം പീഡനം സ്ഥിരീകരിച്ചതും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും പ്രോസിക്യൂഷൻ വിചാരണാഘട്ടത്തിൽ പിടിവള്ളിയാക്കിയിരുന്നു. ഹസൻകുട്ടിക്കെതിരെ പോക്സോ ഉൾപ്പെടെ മറ്റ് നിരവധി കേസുകളുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി മുഖവിലക്കെടുത്തു. പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച സംഭവമെന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. ഐ ലവ് മുഹമ്മദ് വിവാദം ആശങ്കപ്പെടുത്തുന്നത് ഖലീലുൽ ബുഖാരി തങ്ങൾ. ഐ ലവ് മുഹമ്മദ് വിവാദം ആശങ്കപ്പെടുത്തുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി.
ജനാധിപത്യ ഇന്ത്യയിൽ ഏതു വിഭാഗത്തിനും തങ്ങളുടെ നേതാവിനെ സ്നേഹിക്കുവാനും ഇഷ്ടം പ്രകടിപ്പിക്കുവാനും അവകാശമുണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ദൌർഭാഗ്യകരമായ വിവാദങ്ങൾ ഉയർത്തി കലാപങ്ങളും ആക്രമണങ്ങളും ജനാധിപത്യ ഇന്ത്യയിൽ ഏതു വിഭാഗത്തിനും തങ്ങളുടെ നേതാവിനെ സ്നേഹിക്കുവാനും ഇഷ്ടം പ്രകടിപ്പിക്കുവാനും അവകാശമുണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ദൌർഭാഗ്യകരമായ വിവാദങ്ങൾ ഉയർത്തി കലാപങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുന്നത് ഭരണഘടനയെ അവഹേളിക്കലാണെന്നും അന്യമതസ്ഥരെ സഹോദരതുല്യം സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനുമാണ് പ്രവാചകർ പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. SYS മലപ്പുറം സോൺ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സ്നേഹലോകം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല സൃഷ്ടിക്കുന്നത് വൈകാരിക ബുദ്ധി കൊണ്ടാണ്. AI അതിന് പകരമാകില്ല. ജെയിംസ് കാമറൂൺ. എത്ര അതിനൂതനമായ AI സാങ്കേതിക വിദ്യ വന്നാലും കല സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മനുഷ്യന് പകരമാകുവാൻ അതിന് സാധിക്കില്ലെന്ന് ഹോളിവുഡിലെ ഇതിഹാസ സംവിധായകൻ ജെയിംസ് കാമറൂൺ ഡിസംബർ 19 ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ എത്തുന്ന തന്റെ പുതിയ സംവിധാന സംരംഭമായ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് കാമറൂണിന്റെ പ്രസ്താവന. കലാസൃഷ്ടികൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ വൈകാരിക ബുദ്ധി, സഹജാവബോധം, യുക്തിബോധം എന്നിവ കൊണ്ടെല്ലാമാണ്. അതിനെയൊന്നും ഒരു AIക്കും അനുകരിക്കുവാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടത് കലാകാരന്മാരെയാണ്. അവരുടെ കയ്യിലാണ് സകല നിയന്ത്രണവും. മാത്രമല്ല, സർഗാത്മകത ഉപബോധ മനസ്സിൽ നിന്നും ഉരുത്തിരിയുന്നതായതുകൊണ്ട് അതിന്റെ കണക്കെടുക്കുകയും അസാധ്യം. ജെയിംസ് കാമറൂൺ പറയുന്നു. തനിക്ക് ഏതായാലും തന്റെ സിനിമയിലൂടെ തിരക്കഥ എഴുതുവാൻ ഒരു AI ടൂളിന്റെ ആവശ്യമില്ല എന്നും ചിലപ്പോൾ ഇനിയൊരു 20 കൊല്ലത്തിന് ശേഷം AI മികച്ച തിരക്കഥയ്ക്കുള്ള ഒരു ഓസ്കാറൊക്കെ നേടിയാൽ മാത്രം അതിനെ സീരിയസ് ആക്കി എടുക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മുൻ ചിത്രങ്ങൾ പോലെ തന്നെ മോഷൻ ക്യാപ്ചർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന അവതാർ ഫയർ ആൻഡ് ആഷിൽ ഇക്കുറി പ്രമേയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മനുഷ്യരും പാണ്ഡോറ എന്ന ഗ്രഹത്തിലെ നാവി വർഗത്തിലെ മനുഷ്യരും തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യ 2 ചിത്രങ്ങളിലും പ്രധാന വിഷയം എങ്കിൽ ഫയർ ആൻഡ് ആഷിൽ നാവി ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സിവിൽ വാറാണ് പ്രധാന വിഷയം. ഗാന്ധി ജയന്തി ദിനത്തിൽ വിദേശ മദ്യ വിൽപ്പന. CPIM പ്രാദേശിക നേതാവ് പിടിയിൽ. ഗാന്ധി ജയന്തി ദിനത്തിൽ വിദേശ മദ്യ വിൽപ്പന നടത്തിയ CPIM പ്രാദേശിക നേതാവ് പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രഞ്ജിത്താണ് എക്സൈസ് പിടിയിലായത്. കുലശേഖരപുരം CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 40 കുപ്പി വിദേശ മദ്യവുമായാണ് രഞ്ജിത്ത് പിടിയിലായത്. വീടിന്റെ സ്റ്റെയർകേസിനടിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 20 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടികൂടിയത്. ഇയാൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിൽ പിടിയിലായിട്ടുണ്ടെന്നും എക്സൈസ് സംഘം പറയുന്നു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണം. 2 പേർ കൂടി അറസ്റ്റിൽ. പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ കൂടുതൽ അറസ്റ്റ്. സുബീന്റെ സഹഗായകരായ ശേഖർ ജ്യോതി ഗോസ്വാമിയെയും അമൃത് പ്രഭ മഹന്തയെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ നാൾക്കുനാൾ ദുരൂഹത ഏറുകയാണ്. സിംഗപ്പൂരിൽ വെച്ച് സ്കൂബ ഡൈവിംഗിനിടെയാണ് ഗായകൻ മരണപ്പെടുന്നത്. എന്നാൽ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായവർക്കെതിരെ തെളിവുകൾ ലഭിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത്. സിംഗപ്പൂരിൽ സഹഗായകരായ ഇവർ 2 പേരും സുബീൻ ഗാർഗിനൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ നേരത്തെ അറസ്റ്റിലായ സിംഗപ്പൂരിലെ പരിപാടിയുടെ സംഘാടകനെതിരെയും സുബീന്റെ മാനേജറിനെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ, ക്രിമിനൽ ഗൂഢാലോചന, അശ്രദ്ധ മൂലം മരണത്തിന് കാരണമാകൽ എന്നീ വകുപ്പുകളും ഇതിനു പുറമെ കുറ്റാരോപിതർക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.